ദി സൈലന്റ് ഗാലറി. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി ഒരു ഗ്യാലറിയുണ്ട്, ദ സൈലന്റ് ഗാലറി. അവിടെ സംഗീതമില്ല, സംസാരങ്ങളില്ല. ആ ഗാലറി പ്രശസ്തമാകാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ ഉടമ ഏലിയാസ് തോൺ എന്ന ചിത്രകാരനെ കഴിഞ്ഞ 20 വർഷമായി ആരും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ മാസത്തെയും ആദ്യത്തെ ചൊവ്വാഴ്ച അവിടെ ഒരു പുതിയ ചിത്രം പ്രത്യക്ഷപ്പെടും. ആ ചിത്രങ്ങൾ കണ്ടാൽ തോന്നും അതിലെ കണ്ണുകൾ നമ്മളെ തന്നെ നോക്കി ഇമ വെട്ടുന്നുണ്ടെന്ന്. എന്നാൽ ഇന്ന് മായ എന്ന പെൺകുട്ടി മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അവിടെ കണ്ടു. ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഒരാളുടെ പുതിയ ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് അവൾ അത് ശ്രദ്ധിച്ചത്. ആ ചിത്രത്തിലെ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് നിശബ്ദമായി ചലിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മായ വീണ്ടും അവിടെ എത്തി. കഴിഞ്ഞ മാസത്തെ ചിത്രം അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു ലൈബ്രറിയിലിരിക്കുന്ന സ്ത്രീയുടെ ചിത്രമായിരുന്നു അത്. ആ സ്ത്രീയുടെ കണ്ണടയിൽ പ്രതിഫലിച്ച ദൃശ്യത്തിൽ മായ ആ ചിത്രകാരൻ്റെ സ്റ്റുഡിയോ കണ്ടു. അതൊരു മുറിയായിരുന്നില്ല, അതൊരു ഇരുണ്ട ഭൂഗർഭ അറയായിരുന്നു. ചിത്രങ്ങളിലുള്ള ആളുകളെക്കുറിച്ച് അവൾ അന്വേഷിക്കാൻ തുടങ്ങി. ആ കോഫി ഷോപ്പുകാരൻ ചിത്രം ഗാലറിയിൽ വരുന്നതിന് 3 ദിവസം മുൻപ് അയാളെ കാണാതായതാണ്. ആ ലൈബ്രറിയിലെ സ്ത്രീ കഴിഞ്ഞ 6 മാസമായി അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഏലിയാസ് തോൺ ഒരു സ്വകാര്യ കൊറിയർ വഴിയാണ് ചിത്രങ്ങൾ അയക്കുന്നതെന്നാണ് ഗാലറി അധികൃതർ പറയുന്നത്. പക്ഷേ ആ കൊറിയർ വരുന്നത് ആരും താമസിക്കാത്ത ഒരു വിജനമായ സ്ഥലത്തു നിന്നാണ്. അയാൾ എങ്ങനെ വരയ്ക്കുന്നു എന്നതിലല്ല, എവിടെ വെച്ച് വരയ്ക്കുന്നു എന്നതിലായിരുന്നു രഹസ്യം. മായയുടെ കൈകൾ ആ ചിത്രത്തിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത് പെയിന്റിന്റെ തണുപ്പല്ലായിരുന്നു, മറിച്ച് ഒരു മനുഷ്യ ശരീരത്തിന്റെ ചൂടായിരുന്നു. ആ ക്യാൻവാസിന് ഒരു ജീവനുള്ള മനുഷ്യന്റെ ശരീരതാപമുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്യാലറിയിലെ വിളക്കുകൾ മിന്നിമറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം മന്ത്രിച്ചു, ലോകം ജീവിച്ചിരിക്കുന്നവരെ അംഗീകരിക്കാറില്ല മായ. അവരെന്നും അത്ഭുതത്തോടെ നോക്കുന്നത് തളച്ചിടവപ്പെട്ടവർ മാത്രമാണ്. ഭയന്നോടിയ മായ കണ്ടത് അവൾ വന്ന വഴി അടഞ്ഞുപോയതാണ്. അവിടെ ഇപ്പോൾ ഒരു വലിയ ശൂന്യമായ ക്യാൻവാസ് മാത്രം. അവളുടെ കൈകാലുകൾക്ക് അസാധ്യമായ ഭാരം അനുഭവപ്പെട്ടു. കാഴ്ച മങ്ങാൻ തുടങ്ങി. മുറിയിലെ നിറങ്ങൾ അവളുടെ ചർമ്മത്തിലേക്ക് പടരുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ ഗാലറി പതിവ് പോലെ തുറന്നു. അവിടെ ഒരു പുതിയ ചിത്രം കൂടി വന്നിരുന്നു. പേടിച്ച് വിറച്ച് പ്രേക്ഷകർക്ക് നേരെ കൈനീട്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. ആളുകൾ ആ ചിത്രത്തിന്റെ കലാവിരുതിൽ അമ്പരന്ന് ചുറ്റും കൂടി. ഒരു സന്ദർശകൻ ആ ചിത്രത്തിനടുത്തേക്ക് നീങ്ങി നിന്ന് മന്ത്രിച്ചു, എന്ത് തന്മയത്വം! നോക്കൂ, ആ പെൺകുട്ടിയുടെ ഹൃദയം മിടിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങളൊന്ന് കാതോർത്ത് നോക്കൂ.